നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണ കൊള്ള കേസിൽ കേരളം പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചിരിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ CPM MLAയുമായ എ പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു. CPMനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായ ഒരു നിമിഷമാണ്. സാധാരണഗതിയിൽ ഏതെങ്കിലും CPM നേതാക്കൾ ഇത്തരത്തിലുള്ള കേസുകളിൽ പെട്ടാൽ സർവ്വശക്തി ഉപയോഗിച്ച് അവരെ രക്ഷിക്കുക എന്നുള്ളത് CPMൻ്റെ ഒരു നയമായിരുന്നു. ഇതിനേക്കാൾ വലിയ തെറ്റ് ചെയ്തിട്ടുള്ളവർ പോലും പലപ്പോഴും രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കോടതിയുടെ കൃത്യമായ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം, മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വേറെ വഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എ പത്മകുമാർ ആരാണ് എന്ന് പരിശോധിക്കുമ്പോൾ DYFIയുടെ ഒരു കാലത്ത് പത്തനംതിട്ട ജില്ലയിലെ പ്രമുഖനായ നേതാവായിരുന്നു എ പത്മകുമാർ. 1991 അന്ന് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ തരംഗം ആഞ്ഞടിച്ച് UDFന് ഭരണം കിട്ടിയ കാലത്ത് പോലും കോന്നിയിൽ നിന്ന് CPM MLA ആയി വിജയിച്ച വ്യക്തിയാണ് എ പത്മകുമാർ. പിന്നീട് അങ്ങോട്ട് 96-ലും 2001-ലും തന്നെ അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ CPM രാഷ്ട്രീയ കളികളിൽ എക്കാലത്തും പിണറായിക്കൊപ്പം നിന്നിരുന്ന നേതാവായിരുന്നു പത്മകുമാർ. പത്തനംതിട്ട ജില്ലയിലെ മറ്റ് പ്രമുഖരായ നേതാക്കൾ MLAമാരും എല്ലാം വികസനൊപ്പം നിന്നപ്പോൾ പത്മകുമാർ മാത്രമാണ് പിണറായിക്കൊപ്പം നിന്നത്. ആ ഒരു സ്നേഹവും കടപ്പാടും പിണറായി എല്ലാ കാലത്തും പത്മകുമാറിനോട് കാട്ടിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി അദ്ദേഹത്തെ നിയമിച്ചത്. ആറന്മുള കീച്ചാമ്പറമ്പിൽ അച്യുതൻ നായർ മകൻ എ പത്മകുമാർ എക്കാലത്തും തൻ്റെ കുടുംബത്തിന് ശബരിമലയുമായിട്ടുള്ള ബന്ധം എടുത്തുകാട്ടി തന്നെ പറയുമായിരുന്നു. ശബരിമലയിലെ കോൺട്രാക്ടറായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. അതുപോലെ അയ്യപ്പൻ്റെ ഉറക്കുപാട്ടായ ഹരിവരാസനം രചിച്ചുവെന്ന് പറയപ്പെടുന്ന കൊന്നകത്ത് ജാനകിയമ്മ തൻ്റെ കുടുംബത്തിലുള്ള ആളാണ് എന്ന് പത്മകുമാർ എപ്പോഴും അഭിമാനത്തോടെ പറയുമായിരുന്നു. അങ്ങനെയുള്ള പത്മകുമാറാണ് ശബരിമലയിലെ ഈ സുപ്രധാനമായ ഈ കൊള്ളയുടെ പ്രധാന സൂത്രധാരന്മാർ ഒരാളാണ് എന്ന് തെളിയുമ്പോൾ അത് വലിയ തോതിലുള്ള തിരിച്ചടി തന്നെയായിരിക്കും CPMന് ഉണ്ടാക്കുക. ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്ന സമയമാണ്. കേരളത്തിൽ സർവ്വശക്തി ഉപയോഗിച്ച് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ എല്ലാ സ്ഥാനങ്ങളും നേടിയെടുക്കാനും അത് കഴിഞ്ഞ് മൂന്നാം തുടർഭരണം ഉറപ്പാക്കാനുമൊക്കെ നടത്തുന്ന CPMൻ്റെ ശ്രമങ്ങളെ ഇത് വലിയ തോതിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എ പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മറ്റ് CPM നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനായി താൻ ഒരു വിശ്വാസിയാണെന്ന് എപ്പോഴും പറയാറുള്ള ഒരു വ്യക്തിയായിരുന്നു. ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ സർക്കാരിൻ്റെ വിപരീതമായ നിലപാടാണ് അന്ന് പത്മകുമാർ സ്വീകരിച്ചിരുന്നത്. സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നുള്ള നിലപാടുകാരനായിരുന്നു അദ്ദേഹം. പിന്നീട് നമ്മൾ കാണുന്നത് പത്മകുമാറിന് CPMനുള്ളിൽ തന്നെ വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകുന്നതാണ്. പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി അംഗമായിരുന്ന പത്മകുമാർ പിന്നീട് സംഘടനാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ മാത്രം അംഗമായി. അതുപോലെ പിന്നീടാണ് അദ്ദേഹത്തിന് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നപ്പോഴൊക്കെ തന്നെ പ്രതിക്കൂട്ടിൽ നിന്നത് പത്മകുമാർ തന്നെയായിരുന്നു. ഒരുപക്ഷെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ CPM അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. മുരാരി ബാബു ആണെങ്കിലും മറ്റ് പ്രധാനപ്പെട്ട പ്രതികളാണെങ്കിലും N വാസു ആണെങ്കിലും ഒക്കെ തന്നെ ഇവരെല്ലാം അറസ്റ്റ് ചെയ്ത് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ എല്ലാം അവർക്ക് വ്യക്തമായ ഒരേ ഒരു പേര് എ പത്മകുമാറിൻ്റേതായിരുന്നു. പത്മകുമാർ തന്നെയാണ് തങ്ങളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് എന്ന് തന്നെയാണ് അവരെല്ലാവരും പറഞ്ഞത്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ നമ്മൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ശബരിമലയിൽ സന്നിധാനത്തിൽ അസാമാന്യമായ സ്വാധീനം ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഉദാഹരണമായി അവർ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാളുടെ ബന്ധുക്കളുമൊക്കെ വന്നാൽ താമസിക്കുന്നത് സന്നിധാനത്തുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റിനായി ഒരുക്കിയിട്ടുള്ള പ്രത്യേക മുറിയിലാണ് എന്നാണ്. ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്രയധികം സ്വാധീനം ഉണ്ടാകാനും അവിടെ അയാൾക്ക് എതിർവാക്ക് പറയാൻ ആർക്കും ധൈര്യമില്ലാത്തതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് പത്മകുമാർ തന്നെയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവരെല്ലാം ചോദ്യം ചെയ്തപ്പോൾ ഇതിൽ നിന്ന് വളരെ കാര്യങ്ങൾ പോലീസിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തോട് തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യാൻ എത്തണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് ഒരു ഒഴിവ് പറഞ്ഞ് മാറുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വീണ്ടും SIT ആവശ്യപ്പെട്ടപ്പോൾ തിരുവനന്തപുരത്ത് എത്തുകയായിരുന്നു. അങ്ങനെയാണ് തിരുവനന്തപുരത്തെ പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിനെ ചോദ്യം ചെയ്തത്. CPMൻ്റെ ഒരു മുൻ MLA ഇത്തരത്തിലുള്ളൊരു കേസിൽ അറസ്റ്റിലാകപ്പെടുന്നത് ഒരുപക്ഷെ അതാദ്യമായിരിക്കാം ഇടതുപക്ഷം ഭരിക്കുമ്പോൾ തന്നെ. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. CPM ഭരിക്കുമ്പോൾ, അതായത് ഒരു കാലത്ത് പിണറായിയുടെ വിശ്വസ്തനായിരുന്ന പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പിണറായി വിജയൻ തന്നെയാണ് ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിണറായി വിജയനുമായുള്ള അടുപ്പമൊക്കെ തന്നെ എ പത്മകുമാറിനെ ആർക്കും തൊടാനാകാത്ത വിധം ശക്തനാക്കി മാറ്റാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യം അദ്ദേഹത്തിന് ഇഷ്ടികച്ചുളയുടെ ബിസിനസ് ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് നന്നായി നടന്നു പോകുന്നുണ്ടായിരുന്നു. പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയതോടുകൂടി അദ്ദേഹത്തിൻ്റെ നല്ല കാലം തെളിഞ്ഞു എന്നാണ് പലരും പറയുന്നത്. ഏതായാലും പത്മകുമാറിൻ്റെ സാമ്പത്തിക ഉറവിടങ്ങളെക്കുറിച്ചും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. ഇതുമായി എല്ലാം ബന്ധപ്പെട്ട് നമ്മൾ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, CPMലെ ഇത്രയും ശക്തനായ ഒരു നേതാവായ പത്മകുമാറിന് മാത്രമേ ശബരിമലയിൽ ഇങ്ങനെ ഈ രീതിയിൽ സ്വർണ്ണത്തെ ചെമ്പാക്കി മാറ്റാനും മറ്റും ഉത്തരവിടാൻ കഴിയുമായിരുന്നുള്ളൂ എന്നുള്ളതാണ്.
ശബരിമലയിൽ നിന്ന് പലരും ഒരുപക്ഷെ നേരത്തെയുമൊക്കെ പലതും കട്ടുകൊണ്ട് പോയിട്ടുണ്ടാകാം. പക്ഷേ ഇത്തരത്തിൽ സമഗ്രമായ രീതിയിൽ ഇത്രയും വൻതോതിലുള്ള ഒരു കൊള്ള നടക്കുമ്പോൾ അത് താഴെത്തട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ നടപ്പിലാക്കുമ്പോഴൊക്കെ തന്നെ അവർക്ക് മുകളിൽ മറ്റാരോ ഉണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിരുന്നു. അവരെല്ലാവരും ചൂണ്ടിക്കാട്ടിയതെന്ന് പത്മകുമാറിന് പറയുന്നു. പക്ഷേ അന്നെല്ലാം തന്നെ തൻ്റെ ഭാഗം ന്യായീകരിക്കാനാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ ഒടുവിൽ അതിൻ്റെ കള്ളി വെളിച്ചത്തായിരിക്കുന്നു. പത്മകുമാർ ജയിലറയ്ക്കുള്ളിലേക്ക് പോകേണ്ടി വരുന്നു. ശബരിമലയിലെ കോൺട്രാക്ടറുടെ ബന്ധുവായിരുന്ന അയ്യപ്പന് ഉറക്കുപാട്ടെഴുതിയ വ്യക്തിയുടെ അടുത്ത ബന്ധുവായ പത്മകുമാർ ശബരിമലയിലെ സ്വർണ്ണ കൊള്ളക്കേസിൽ ജയിലിലാവുക എന്ന് പറയുന്നത് ഒരു വിധിവൈപരീത്യമാകാം. പക്ഷേ ഒരാൾ കുറ്റം ചെയ്താലേ എന്നെങ്കിലും ഒരിക്കൽ പിടിക്കപ്പെടും എന്നതിൻ്റെ പ്രകടമായ തെളിവ് തന്നെയാണ് ഇപ്പോൾ പത്മകുമാറിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പത്മകുമാറിൻ്റെ അറസ്റ്റോടുകൂടി ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ പുതിയൊരു തിരിവിലേക്ക് മാറുന്നു എന്നുള്ളത് ഉറപ്പാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെയൊക്കെ തന്നെ ഇത് പ്രതികൂലമായി CPM ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇതിൽ നിന്ന് എങ്ങനെ കരകയറാൻ കഴിയും എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ CPM നേതൃത്വം ഇപ്പോൾ ചിന്തിക്കുന്നത്. ഞങ്ങളുടെ പോലീസാണ് ഞങ്ങളുടെ നേതാവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ഒരുപക്ഷെ അവർ ശ്രമിക്കുമായിരിക്കാം. എങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ അവർക്ക് തലകുനിച്ച് നിൽക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ പത്മകുമാറിൻ്റെ അറസ്റ്റോടുകൂടി ഉണ്ടായിരിക്കുന്നത്.